പലരും പല ഘട്ടത്തിൽ കൈപിടിച്ചിട്ടുണ്ടാകും. കൈപിടിച്ചവരുടെ ഇപ്പോഴത്തെ നിലപാടാണ് പ്രധാനം. പി.കെ. ശശിക്ക് മറുപടിയുമായി ഒറ്റപ്പാലം മണ്ഡലം ഇടതു സ്ഥാനാർത്ഥി കെ പ്രേംകുമാർ. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രേംകുമാർ പ്രചാരണം നടത്തി. ഞാൻ SFIയിലേക്കൊക്കെ വരുന്നത് സാനു ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ എന്നെ കൈപിടിച്ചു കൊടുക്കുന്നതിൽ ആദ്യത്തെ ആള് സാനു അല്ലേ. അങ്ങനെ പലരും പല ഘട്ടത്തിലും കൈപിടിച്ചിട്ടുണ്ട്. കൈപിടിച്ചവരെല്ലാം അവരുടെ നിലപാട് എന്താണ് ഇപ്പോൾ എന്നുള്ളതല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്വന്തം കാലിൽ നടക്കുകയാണ്. ഇനിയും നമുക്ക് പലരുടെയും കൈപിടിക്കേണ്ടതായിട്ട് വരും. അതൊരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ്. ഉയർത്തിപ്പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളോടൊപ്പം നിന്നാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് തുടരും. അതിൽ കൈപിടിച്ചവർ മറുചേരിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഈ സന്ദർഭത്തിൽ സമയം ഉപയോഗിക്കുന്നില്ല. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. മുൻ MLA കാലത്ത് മാത്രമല്ല, ഇടത് സർക്കാരിന്റെ കാലത്ത് ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ലെന്ന് പ്രേംകുമാർ പറഞ്ഞു. നമ്മളിവിടെ കേരളത്തിലെ ഗവൺമെന്റ് തുടർച്ചയായി 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു മന്ത്രിക്കെതിരെയും ഏതെങ്കിലും നിലയിലുള്ള ഒരു അഴിമതി ആരോപണം ശരിയാമിതം ഉന്നയിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. ശ്രീ P. ഉണ്ണിയുടെ കാലത്ത് അഴിമതി ഒന്നും നടത്തിയിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഉണ്ണിയേട്ടന്റെ കാലത്ത് ഒരു അഴിമതി നടത്തിയിട്ടില്ല. അതിനുശേഷമുള്ള കാലത്ത് എന്തെങ്കിലും അഴിമതി നടത്തിയതായിട്ട് ആരെങ്കിലും ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ഏത് പശ്ചാത്തലത്തിലാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും അഴിമതിരഹിതമായ സംശുദ്ധമായ ഭരണമാണ് കേരളത്തിലുള്ളത്. ഒറ്റപ്പാലത്ത് മുമ്പും ഇപ്പോഴും ഒക്കെ ഇനി ഭാവിയിലും തീർച്ചയായും അഴിമതിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പൊ പ്രേംകുമാറിനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല, ഞാൻ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു വർത്തമാനം ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോടുള്ള ഒരു പ്രതികരണം. 5 കൊല്ലം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആത്മവിശ്വാസത്തിലാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നാട് ഇടതുപക്ഷത്തെ കൈവിടില്ല, കെ പ്രേംകുമാർ പറഞ്ഞു. ഇടതുപക്ഷം നല്ല ആത്മവിശ്വാസത്തോടു കൂടി, നമുക്കുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം പ്രവർത്തിച്ച ആത്മവിശ്വാസമുള്ളത്. ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ന്യായമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് കൂടെ നിന്നതിന്റെ ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം ജനങ്ങളുടെ പ്രതികരണമായി നമുക്ക് കാണാൻ പറ്റും. 4 റോഡ് ഷോ മണ്ഡലത്തിൽ ഈ ചുരുങ്ങിയ സമയത്തിനകം നടന്നു. ഒറ്റപ്പാലത്ത് നടന്നു, ശ്രീകൃഷ്ണപുരത്തും കടമ്പഴിപ്പുറത്തും നടന്നു, ഇന്നലെ അമ്പലപ്പാറയിൽ റോഡ് ഷോ നടന്നു. അതിലെല്ലാം ജനങ്ങൾ, പൊതുസമൂഹമാകെ വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ്, പോസിറ്റീവായി ഇടതുപക്ഷത്തെ ഏറ്റുവാങ്ങുന്ന നിലയിലുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ബാക്കി എന്താണ് നമുക്ക് കാണാം. അമിത ആത്മവിശ്വാസത്തിനൊന്നും ഈ സന്ദർഭത്തിൽ മുതിരുന്നില്ല. എങ്കിലും നമ്മുടെ നാട് ഇടതുപക്ഷത്തെ ഹൃദയത്തിലേറ്റി സ്വീകരിക്കും എന്നതാണ് ഇപ്പോഴുള്ള നമ്മുടെ നാടിന്റെ പൊതുവായ നിലപാട്. നിയോജക മണ്ഡലത്തിലൊരു ത്രികോണ മത്സരം എന്നുള്ള രീതിയിലുള്ളൊരു ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ പറയാൻ വയ്യ. കേരളത്തിൽ ഇടതുപക്ഷം പൊതുവിൽ നല്ല തോതിൽ മേൽക്കൈയോടെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ്. അത് ഒറ്റപ്പാലം മണ്ഡലത്തിലും അങ്ങനെ തന്നെയാണ്. പ്രധാനമായിട്ടുള്ള ഏറ്റുമുട്ടൽ കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ തമ്മിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ നിലയിൽ തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിലും എന്നാണ് കരുതുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകും. പൊതുവിൽ നമ്മുടെ ഒരു വിലയിരുത്തൽ, ഒരു ത്രികോണ മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വലിയൊരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഈ ഒരു ഇലക്ഷൻ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ? ഭൂരിപക്ഷം എന്നതിനപ്പുറം 50% വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി സമാഹരിക്കുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥി എന്ന നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലും കേരളത്തിലും ഈ മണ്ഡലത്തിലും എല്ലാം ലക്ഷ്യം വെക്കുന്നത്. ആ നിലയിൽ ജനങ്ങളുടെ നല്ല സ്നേഹവും പ്രതികരണവും, വോട്ടിന്റെ പേഴ്സൻറ്റേജിൽ നല്ല വർധനവ് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഒറ്റപ്പാലം മണ്ഡലത്തിന് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഈ ഒരു ഇലക്ഷൻ ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒന്ന് അമ്പലപ്പാറയിലെ കുടിവെള്ള പ്രശ്നവും അതേപോലെ ഒറ്റപ്പാലം പാലത്തിന്റെ ഒരു വികസനം എത്താത്തൊരു ഇതുമാണ് പൊതുവെ ഒരു നെഗറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ അടുത്തൊരു ഇത് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഇതിൽ? അതെല്ലാം സുദീർഘമായ സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് ശ്രദ്ധേയമായി ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അമ്പലപ്പാറയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടന്നിട്ടുണ്ട്. അതിന്റെ പ്ലാന്റും പ്രവൃത്തികളെല്ലാം നടന്ന് മുന്നോട്ട് പോവുകയാണ്. ഒറ്റപ്പാലത്ത് ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന്റെ പണി നടക്കുന്നത് ആർക്കും വന്നാലും കാണാം. വിഷു കഴിയുമ്പോഴേക്ക് അതിന്റെ പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്കാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ എന്തായാലും പാലത്തിന്റെ പണിയും നമുക്ക് പൂർത്തീകരിക്കാനാവും. വികസന പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് മണ്ണമ്പറ്റ പരിസരത്തു നിന്നാണല്ലോ. 16.5 കോടി രൂപയുടെ കിഫ്ബിയിലെ 2 കെട്ടിടമാണ് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് എഞ്ചിനീയറിംഗ് കോളേജിൽ. അവിടുത്തെ കോളേജിന്റെ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ തന്നെ 2 കോഴ്സുകൾ അനുവദിച്ചത്, MLA ഫണ്ടിൽ നിന്ന് ബസ് അനുവദിച്ചത്, ഇതെല്ലാം ഒരു ഒറ്റ സ്ഥാപനത്തിലാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ.
ഇപ്പൊ ഇതാ 18 കോടിയോളം രൂപയുടെ ലേഡീസ് ഹോസ്റ്റലിന്റെ നിർമ്മാണ ഉദ്ഘാടനം അവിടെ നടത്തുകയുണ്ടായി. അത് ബിന്ദു മിനിസ്റ്റർ ഓൺലൈനായിട്ടാണ് നടത്തിയത്. എന്തെല്ലാം വികസനമാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. നിങ്ങൾ കടമ്പയിപ്പുറത്ത് മണ്ണമ്പറ്റയ്ക്ക് വരുമ്പോഴുള്ള റോഡ് എങ്ങനെയായിരുന്നു? ആ റോഡ് ബജറ്റിൽ 2 കോടി രൂപ വെച്ചിട്ടല്ലേ അതിന്റെ പ്രവൃത്തിയുടെ 1ാം ലെയർ പൂർത്തീകരിച്ചത്. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസനങ്ങളാണ്. ഞാൻ ഒരു പഞ്ചായത്തിന് മാത്രമല്ല, നിങ്ങൾ ബാപ്പുജി പാർക്ക് നിങ്ങൾ നോക്കൂ, 1 കോടി രൂപയുടെ പ്രവർത്തനം. നിങ്ങൾ കളിസ്ഥലം നോക്കൂ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ കളിസ്ഥലം. വികസനമില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? 4 കളിസ്ഥലങ്ങൾ പൂർത്തിയാക്കി നമ്മുടെ നാട്ടിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തില്ലേ? ബാക്കി 4 പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ വസ്തുത എന്താണ് എന്നൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വസ്തുത ജനങ്ങളിൽ എത്തിക്കുകയാണ് വേണ്ടത്. അതിന് നിങ്ങളെല്ലാം തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീകൃഷ്ണപുരം മേഖലയിലെ വിവിധയിടങ്ങളിൽ പ്രേംകുമാർ പര്യടനം നടത്തി. CCN കടമ്പഴിപ്പുറം.